ഇപ്പോൾ അതുപോലെ ചേർത്ത് വയ്ക്കുന്നത് കുറച്ചുകൂടി പോസിറ്റീവായ ഒരു കാര്യമാണ്. ഇന്ദ്രൻസിന്റെ പെർഫോമൻസിനെയാണ് ഇപ്പോൾ തമിഴ്നാട്ടിലും തെലുങ്ക് നാട്ടിലും ഒക്കെ വലിയ രീതിയിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം എന്നുള്ള ആക്ടറിനെ പറ്റി, അല്ലെങ്കിൽ അദ്ദേഹം സൂര്യയ്ക്ക് മുകളിൽ പല സമയത്തും കറുപ്പ് എന്ന സിനിമയിൽ പെർഫോം ചെയ്യുന്നു. ഇന്ദ്രൻസിനോട് ഏറ്റവും അധികം അടുത്ത് നിൽക്കുകയും ഇന്ദ്രൻസിന് സാറിന് ഇന്ദ്രൻസിനോട് ഒരു ബഹുമാനം കലർന്ന ഒരു പ്രത്യേക സ്നേഹവും ഉണ്ട്. അത് പല ഘട്ടങ്ങളിൽ അത് നമ്മൾ കണ്ടിട്ടുമുണ്ട്. ഇപ്പം അദ്ദേഹത്തിന് കിട്ടുന്ന ഈ ഒരു വിസിബിലിറ്റി ഉണ്ടല്ലോ, അതായത് ഈ ഒരു പാൻ ഇന്ത്യൻ വിസിബിലിറ്റി, അത് കാണുന്നുണ്ടോ? ആ കമൻറ്റുകൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അയാളുടെ ഏത് കാര്യവും ഞാൻ ശ്രദ്ധിക്കും. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വിനയം കാപട്യമാണെന്ന് എഴുതിയപ്പോൾ അതിന് മറുപടി കൊടുത്ത ഞാനായിരുന്നു. കാരണം ഞങ്ങളത് നേരിട്ട് കണ്ടിട്ടുള്ളവരാണ്. എത്ര വർഷം, കടിഞ്ഞൂൽ കല്യാണം മുതൽ എനിക്ക് പുള്ളിയെ പരിചയമുണ്ട്. ആ കടിഞ്ഞൂൽ കല്യാണത്തിന് കോസ്റ്റ്യൂം ബോക്സിൻ്റെ പുറത്ത് ഊണും കഴിച്ചിട്ട് വന്നൊരു ഡാ പോലെ ആ പെട്ടിയുടെ പുറത്ത് കിടന്നുറങ്ങുന്ന ഇന്ദ്രൻ ഇന്നും അത് തന്നെയാണ്. അങ്ങനെയൊക്കെ നാഷണൽ അവാർഡ് കിട്ടി, സ്റ്റേറ്റ് അവാർഡുകൾ വാരിക്കൂട്ടി. പക്ഷേ അയാളുടെ വിനയം, എന്നാൽ ഈ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ വിനയത്തെ കളിയാക്കുന്നവർക്ക് ഇദ്ദേഹത്തിൻ്റെ വേറൊരു മുഖം അറിഞ്ഞൂടാ. ദേഷ്യം വന്നാൽ നന്നായിട്ട് ഫയർ ചെയ്യുന്ന ആളാണ്. ദേഷ്യം വരും. അയാളെ ഇട്ട് ചൊറിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം. അതും ഞാൻ പറഞ്ഞിട്ടുണ്ട് പുള്ളിയെക്കുറിച്ച്. അപ്പോൾ തന്നെ മനസ്സിലായില്ലേ ഈ അദ്ദേഹത്തിൻ്റെ വിനയം എന്ന് പറയുന്നത് സത്യസന്ധമായ വിനയം തന്നെയാണ്. എന്ന് കരുതി ഒരാളങ്ങോട്ട് തോളിക്കരുതെന്ന് ചൊറിഞ്ഞ് കളഞ്ഞാൽ അത് നല്ല വിനയമുള്ള ആളല്ല. എന്തും വിളിച്ച് പറയാൻ അങ്ങനെ പോയി തീർന്നു. റിയാക്റ്റീവ്, സംസാരിക്കാൻ പറ്റില്ല. പറ്റത്തില്ല. റിയാക്റ്റീവ് ഇനി ഏത് ആളായാലും പുള്ളി റിയാക്റ്റീവ്. എനിക്കതൊക്കെ കൊണ്ടാണ് അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടം. അദ്ദേഹം സത്യസന്ധമായിട്ട് ചിന്തിക്കുന്ന, പെരുമാറുന്ന, ജീവിക്കുന്ന ഒരാളാണ്. പിന്നെ ഞാനൊരു ദൈവവിശ്വാസിയാണ്. അദ്ദേഹത്തെ ദൈവം നന്നായിട്ട് കടാക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഇന്ദ്രൻ വലിയൊരു ദൈവവിശ്വാസിയാണെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടിട്ടില്ല. അത്ര വലിയൊരു വിശ്വാസമൊന്നും പുള്ളി കിടന്ന് കുമ്പിട്ട് തൊഴുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇന്നുവരെ. ഈ പടത്തിൻ്റെ പൂജയ്ക്ക് ഇങ്ങനെയൊക്കെ വന്ന് തൊട്ട് നമസ്കരിക്കുന്ന കണ്ടിട്ടുണ്ട്. അല്ലാതെ ക്ഷേത്ര സന്ദർശനം പോകുന്നു അതൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഇന്നുവരെ കണ്ടിട്ടില്ല. ശ്രദ്ധിക്കുന്നുണ്ടോ കറുപ്പിന് ശേഷം അദ്ദേഹത്തിൻ്റെ അപ്രീസിയേഷൻ ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ കറുപ്പിൻ്റെ റിവ്യൂ കണ്ട ഉടനെ പുള്ളിയെ വിളിച്ചായിരുന്നു. പുള്ളിയെ. ഗംഭീര അഭിപ്രായമാണ് അതിനകത്ത്, ഗംഭീര അഭിപ്രായം. അത് എന്താണെന്നറിയാം, അദ്ദേഹത്തെ ആദ്യം അദ്ദേഹത്തിൻ്റെ രൂപം മുതലാക്കിക്കൊണ്ടാണ് സിനിമ കിട്ടിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ ചെറിയ മുഖം, മെലിഞ്ഞ ശരീരം ഒക്കെ അതൊക്കെ മാറി. അതൊക്കെ കുറച്ച് പുള്ളി ഇച്ചിരി കൂടെ ബോഡിയായി, ഇച്ചിരി കൂടെ ഫേസായി. പക്ഷേ ആ ഫേസിൽ പുള്ളി മനഃപൂർവ്വം അഭിനയിക്കാതെ തന്നെ ഒരു കഥാപാത്രത്തിൻ്റെ മുഖം പുള്ളിക്ക് കിട്ടുന്നുണ്ട്. അതാണ് ചില ടിപ്പിക്കൽ റോളിൽ പുള്ളി ചുമ്മാ നിന്നാൽ മതി. നിസ്സഹായാവസ്ഥയൊക്കെ ഒരു രക്ഷയില്ലാതെ. ആ നിസ്സഹായ അവസ്ഥ എന്ന് പറയുമ്പോൾ ഞാൻ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞുതരാം. കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടനിൽ ആശുപത്രി പൂട്ടിയിട്ട് അതെല്ലാം തകർന്നു, ആശുപത്രി നടത്താൻ പറ്റുന്നില്ല, അവൾ പിണങ്ങിപ്പോയി, എല്ലാം ആയി. ആശുപത്രി പൂട്ടിയിട്ട് താക്കോല് കൊണ്ടുവന്ന് ജയറാമിൻ്റെ കയ്യിൽ കൊടുക്കുന്നൊരു ഷോട്ടുണ്ട്. അത് കുറച്ച് നേരം നടന്നിങ്ങനെ വരികയാണ്, പുള്ളി മാത്രമാണ് ഫ്രെയിമിൽ. ജയറാം അടുത്ത ഷോട്ടിൽ ജോയിൻ്റ് ആവത്തുള്ളൂ. അതെനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അവിടെ കൂടി ഇന്ന് ഞങ്ങളുടെ കണ്ണ് നിറഞ്ഞു പോയി. പക്ഷേ അന്നത്തെ ഇന്ദ്രനെ ഇത്രയും പറയത്തില്ല. അന്ന് കോമഡി മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ദ്രനാണ്. പക്ഷേ ഞാനും ജയറാമും, ജയറാം തൊട്ടടുത്ത് നിൽക്കുകയല്ലേ, ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ആക്കി. അത് വേറെ ഒന്നും പറയില്ല. അവൾ പിണങ്ങിപ്പോയി, സാമ്പത്തികമായിട്ട് ഇത് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നില്ല, രോഗികളില്ല, ആ ഡോക്ടറും പിണങ്ങിപ്പോയി, എല്ലാം തകർന്നിരിക്കുന്ന അപ്പൂട്ടൻ്റെ കയ്യിലേക്ക് പൂട്ടിയിട്ട് താക്കോല് കൊണ്ട് കൊടുക്കുകയാണ്. ഇത്രേ പറഞ്ഞു കൊടുത്തുള്ളൂ. പക്ഷെ അന്നേ ഇത് കുറിച്ചിട്ടതാണ്. പക്ഷെ ഇങ്ങനെ ഉയരങ്ങളിലേക്ക് അങ്ങ് കയറിപ്പോകുമെന്ന് സത്യത്തെ വിചാരിച്ചില്ല. ഭയങ്കര ട്രാൻസിഷനാണ് ഇന്ദ്രനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ പലയിടങ്ങളിൽ പണ്ടത്തെ സിനിമ ഇപ്പോഴത്തെ സിനിമ എന്നുള്ള രീതിയിൽ സംസാരിക്കാറുണ്ടല്ലോ. പണ്ടത്തെ സിനിമാക്കാർ തമ്മിലുള്ള ബന്ധങ്ങൾ ഇപ്പോൾ എല്ലാം കാരവാനിലേക്ക് മാറിയപ്പോൾ ആ ബന്ധങ്ങൾക്കൊരു മൂല്യതകർച്ച വന്നു എന്നുള്ള രീതിയിലൊക്കെ. ശരിക്കും അത് നമ്മൾ പുതിയ കാലത്തോട് അഡാപ്റ്റ് ആവാത്തതിൻ്റെ പ്രശ്നമാണോ? കാരണം പുതിയ കാലത്ത് ഇനി അങ്ങനെയല്ലേ സിനിമ സാധ്യമാവുള്ളൂ. അതായത് ഒരുപാട് അവരുടെ കൂട്ടുകാരുടെ ഇടയിൽ നടക്കുന്ന സിനിമകൾ, അല്ലെങ്കിൽ ചെറിയ വിഷയങ്ങൾ, അല്ലെങ്കിൽ കോണ്ടക്സ്റ്റ് ഇല്ലാതെ, നമ്മൾ പറഞ്ഞ പോലെ കോണ്ടക്സ്റ്റ് ഇല്ലാത്ത ചിരി. ഇപ്പം മലപ്പുറം ബ്രാൻഡിലെ ഓരോ ചിരിക്കും അതിൻ്റെ ബാക്കിലൊരു കള്ളത്തരവും അതിൻ്റെ ബാക്കിലൊരു സത്യാവസ്ഥയും ആളുകളുടെ ഒരു ദയനീയാവസ്ഥയൊക്കെ ഉണ്ട്. പക്ഷെ പുതിയ കാലത്തെ സിനിമകൾക്ക് അത്രയും ലൈഫ് ഉണ്ടാവണമെന്നില്ല. ചെറിയ സംഭവങ്ങളിലാണ് വലിയ ചിരികൾ ഉണ്ടാകുന്നത്.
അപ്പോൾ നമ്മൾ സ്വയം അഡാപ്റ്റ് ആവണ്ടേ? അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് ഈ കൂട്ടുകുടുംബ സമ്പ്രദായവും പിന്നെ വന്ന് അണുകുടുംബവും തമ്മിൽ ചിന്തിച്ചാൽ മാത്രം മതി. കൂട്ടുകുടുംബത്തിൽ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കും, എല്ലാ കാര്യങ്ങളും ഒരുമിച്ചിരുന്ന് എന്ന് പറഞ്ഞാൽ നേരത്തെ സിനിമയിൽ ഒരുമിച്ച് ഇങ്ങനെ പാക്കപ്പ് ചെയ്തിട്ട് ആ ഒരു ഏരിയ തന്നെ ഇരുന്ന് മാറി മാറി ഇരുന്ന് ഫുഡ് കഴിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വ്യത്യാസം വന്നു, ഒരു ക്യാരവൻ വന്നു, അത് 2 ക്യാരവനായി. അതായത് ഒരച്ഛനും അമ്മയും 1 or 2 കുട്ടികളും ആകുന്ന കുടുംബങ്ങൾ, അതിനെയാണല്ലോ അണുകുടുംബം എന്ന് പറയുന്നത്. ആ അണുകുടുംബം പോലെയാണ് ക്യാരവൻ. ഭയങ്കരമായ ഒരു പ്രൈവസിയിലേക്ക് അങ്ങ് പോയി, ഒരു സെപ്പറേഷൻ ആയി. അത് ടെക്നിക്കലി അതൊക്കെ വേണമായിരിക്കും. എൻ്റെ കഴിഞ്ഞ സിനിമയിലൊന്നും ക്യാരവൻ ഇല്ലായിരുന്നു. പക്ഷേ ക്യാരവൻ അതെന്താണെന്ന് പറഞ്ഞാൽ 18 ദിവസം ഒറ്റ വീട്ടിലായിരുന്നു ഷൂട്ടിങ്. അവിടെ പിന്നെ ക്യാരവൻ്റെ ആവശ്യമില്ല. 9 ബെഡ്റൂമുള്ള വീടാണ്. 2, 3, 4 ബെഡ്റൂം ആർട്ടിസ്റ്റ് എടുത്താലും അതിനകത്ത് കുഴപ്പമില്ല. ഇപ്പം അതൊക്കെ വേണം എന്നും പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഒന്നാമത്തെ കാര്യം, ഔട്ട്ഡോർ സിനിമകളൊക്കെ ആണെങ്കിൽ ലേഡീസിന് ഡ്രസ്സ് ചെയ്യാൻ ഒരു പ്രൈവസി, നല്ല പ്രൈവസി വേണം. അതുപോലെ ജെൻസിനും 2, 3 പേർക്ക് ഇരിക്കാനുള്ള ഒരു സ്ഥലം. അപ്പോൾ ക്യാരവൻ്റെ എണ്ണം ഇപ്പം കൂടുകയാണ്. 2, 3, 4 ഒക്കെ ഉള്ള ക്യാരവനുള്ള സിനിമകളും ഉണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഫണ്ട്, ഒരു ബഡ്ജറ്റാണ് റേസിംഗ് എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ആവശ്യമുണ്ടെങ്കിൽ ഇതൊക്കെ വേണം, ആവശ്യമുണ്ടെങ്കിൽ വേണം. മറ്റുള്ള സംവിധായകരുടെ സിനിമയിലേക്ക് സാറിനെ കാസ്റ്റ് ചെയ്യുന്നുണ്ടോ, അഭിനയിക്കും? എന്നെ ചില സിനിമ ഇപ്പോൾ ഈ ഞാനും പിന്നൊരു ഞാനും കഴിഞ്ഞിട്ട് 1-2 സിനിമയ്ക്ക് വിളിച്ചു. അതിൽ ഒരെണ്ണം ചെയ്തു. നേമപുഷ്പരാജൻ്റെ സിനിമയിൽ ഒരു കോട്ടയം അച്ചായൻ്റെ ഒരു ക്യാരക്ടർ ചെയ്തായിരുന്നു. അത് അത്ര വലിയ ഒരു സിനിമയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു കഥാപാത്രമൊന്നുമല്ല, നായികയുടെ അച്ഛൻ. പിന്നെ 1-2 സംസാരിച്ച് പിന്നെ ഒരു സിനിമ ഒരു പെൺകുട്ടി വന്നൊരു കഥ പറഞ്ഞു. പിന്നെ ഒരു സ്ക്രിപ്റ്റ് കിടക്കുകയാണ്, മെയിൻ റോളാണ്. അല്ലാതെ ഈ ഒരു കുറച്ചുകൂടെ കൊമേഴ്ഷ്യൽ സിനിമയിൽ നിന്ന് ആരെങ്കിലും വിളിച്ചോന്ന് ചോദിച്ചാൽ വിളിച്ചില്ല. ആഗ്രഹമുണ്ട്, അങ്ങനെ തനി കച്ചവട സിനിമയിലേക്ക് വരണം എന്ന് തന്നെ ആഗ്രഹമുണ്ട്. ചില ടിപ്പിക്കൽ റോളിന് ഞാൻ ഫിറ്റ് ആകുമെന്ന് എനിക്കറിയാം. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ്, ഭയങ്കര പോസിറ്റീവായിട്ടുള്ള റോളാണെന്ന് വെച്ചോളൂ. ആദ്യ പകുതിയിലും 2ാമത്തെ പകുതിയുടെ പകുതി വരെയൊക്കെ ഭയങ്കര പോസിറ്റീവാണ്. പക്ഷേ ഇവൻ ലോക കള്ളനും ലോക കുഴപ്പക്കാരനുമാണെന്ന് റിവീൽ ചെയ്യുന്ന ഒരു ക്ലൈമാക്സിൽ ഞാൻ ഇപ്പോൾ കറക്റ്റായിരിക്കും. ഒരു 2-3 സിനിമയിൽ വേണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും, കൂടുതൽ പറ്റത്തില്ല. പിന്നെ നമ്മളെ കാണുമ്പോഴായി അവൻ അവസാനം അവൻ കൊണ്ടുവന്ന് പൊളിക്കും. അതെ, അതൊക്കെ വേണമെങ്കിൽ കിട്ടിയാൽ ചെയ്യാമെന്നുണ്ട്. നമുക്ക് ഈ പോസിറ്റീവ് റോള് തന്നെ വേണമെന്നൊന്നുമില്ലല്ലോ. ഏത് മാന്യമായ നെഗറ്റീവായിട്ടുള്ളതൊക്കെ നമുക്ക് ചെയ്യാമെന്നുള്ളത്. 2 നെഗറ്റീവ് ഉണ്ട്, ഒട്ടും മാന്യതയില്ലാത്ത നെഗറ്റീവും ഉണ്ട്, മാന്യമായ നെഗറ്റീവും. അയാൾ സൈക്കോളജിക്കലി പ്രോബ്ലം ഉള്ള ആളാണ്. അതായത് എക്സെൻട്രിക് അല്ല, അതിൻ്റെ മേലെയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഭ്രാന്ത് പോലെയായിരുന്നു അയാൾക്ക്. ചതിക്കപ്പെട്ട മനസ്സിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പായിരുന്നത്. അതായത് 10-14 വയസ്സുള്ളൊരു പെൺകുട്ടി അയാളെ സ്നേഹിച്ച്, വെറുതെ നടന്ന് അയാളെ പുറകെ നടന്ന് സ്നേഹിച്ച്, അവർ തമ്മിൽ ശാരീരികമായ ബന്ധം പുലർത്തി, ആദ്യമായിട്ട് പെണ്ണിൻ്റെ ഗന്ധം അനുഭവിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതൊക്കെ ഒരു തമാശയല്ലേ ദാമു, അതും പറഞ്ഞുകൊണ്ട് കിടന്നാൽ എങ്ങനെയാണ്? ഇറങ്ങിപ്പോ, ഗെറ്റ് ഔട്ട്. ആ ഗെറ്റ് ഔട്ടും ഇറങ്ങിപ്പോകില്ല, അയാൾ തകർന്നു പോയി. അവിടെ നിന്നാണ് അയാളുടെ അത്രയും സാധുവായ അയാൾ, അതാണ് പാവം ക്രൂരൻ. പിന്നെ അയാൾക്ക് ഈ ഏജിലുള്ള കുട്ടികളെ കണ്ടാൽ അയാൾക്ക് കൊല്ലുക എന്നുള്ളതാണ്. ഏകദേശം ആ ത്രെഡ് ഉപയോഗിച്ചിട്ട് ഒരുപാട് സിനിമകളും വന്നിട്ടുണ്ടല്ലോ. അപ്പം എന്തുകൊണ്ട് സാറിന് അതൊന്ന് റീടെൽ ചെയ്തുകൂടാ? ഇപ്പം വേണമെങ്കിൽ ചെയ്യാം, ഇപ്പം ചെയ്യാം. ഞാൻ പലരും സംസാരിക്കുന്നുണ്ട് റീമേക്ക് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്, ഗംഭീര സംഭവമാണ് അത്. പക്ഷേ അതിൻ്റെ സ്റ്റോറി ലൈനൊന്ന് മാറ്റേണ്ടി വരും. ഞാനിനി അത് ചെയ്യുകയാണെങ്കിൽ ഹീറോയെ മാത്രമേ എടുക്കത്തുള്ളൂ. ഹീറോയിൻ പോലും ആ ഒരു ട്രാക്കിൽ വരാതെ നോക്കണം. അന്നൊരു വീട്ടിൽ ഇയാൾ തോട്ടക്കാരനായിട്ട് അങ്ങനെയൊക്കെ ഇപ്പോൾ നിന്നാൽ ഒരു മൊണോട്ടണി പോലെ വരും. ഇപ്പോഴത്തെ സിനിമയിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മൊണോട്ടണി കൊടുക്കരുത്, പ്രതീക്ഷിക്കുന്നതും കൊടുക്കരുത്. ഒരു കോളിംഗ് ബെല്ലിയായിട്ട് തുറക്കുന്ന ആൾ ദാമോദരനെയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അവിടെ ചെല്ലപ്പം നിൽക്കണം. അതാണ് ഇപ്പോഴത്തെ സ്ക്രിപ്റ്റിംഗ് എന്നുള്ളതാണ്. ഒരിക്കലും ഇപ്പോൾ ദാമോദരനായിരിക്കും അവിടെ നിൽക്കുന്നത് എന്ന് വിചാരിച്ചിങ്ങനെ എല്ലാവരും ഡയറക്ടേഴ്സാണ്. ഈ 250 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുക്കുന്നവരുടെയൊക്കെ ഉള്ളിലൊരു സംവിധായകൻ ഒളിഞ്ഞിരിപ്പുണ്ട്. ആ സംവിധായകനെ നമ്മൾ തോൽപ്പിച്ചാൽ സിനിമ കിട്ടാം. അതിനുള്ള പിന്നെ മറ്റൊന്നും കൂടെ ഉണ്ട്. ഇപ്പോൾ നല്ല അത്യാവശ്യം പൈസ ഉള്ള വീട്ടിലെ പിള്ളേരുടെ കയ്യിലൊക്കെ നല്ല മൊബൈലുണ്ട്. അവർ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്ന് ഉണ്ടാക്കുന്ന ചില ഷോർട്ട് ഫിലിംസ് ഉണ്ട്, നല്ലതാണ്. ഞാൻ ഇടയ്ക്ക് ജൂറിയായിട്ടൊക്കെ ചില ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന് പോകാറുണ്ട്.
100-150 എണ്ണം അവർ കണ്ടിട്ട് എൻ്റെ കയ്യിലേക്ക് ഒരു 15 എണ്ണം തരും. ഈ 15 എണ്ണവും നമുക്ക് മാർക്കിടാൻ പറ്റാത്ത രീതിയിൽ നല്ലതാണ്. ഷോർട്സ്, സൗണ്ട്. എന്നാൽ ഇവർക്കൊക്കെ എന്തായി, എല്ലാം കൂടെ എന്തായി എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞത് ഞങ്ങൾക്കൊരു 25,000 രൂപ, ഇതൊക്കെ എങ്ങനെ എടുക്കുന്നത് നമുക്കറിയില്ല. അല്ലെങ്കിൽ 30,000 രൂപ, അല്ലെങ്കിൽ അങ്ങേറ്റം പോയി 50,000 രൂപയ്ക്ക് 5-6 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റുള്ള ഷോർട്ട് ഫിലിം എടുത്ത് നമ്മളെ ഞെട്ടിക്കുകയാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് അതിൻ്റെ മേലുള്ളത് തന്നെ ആയിരിക്കണം.